എവിടെ നോക്കിയാലും ഇപ്പൊ കിറ്റ്കാറ്റ് ആണല്ലേ. കിറ്റ്കാറ്റിന്റെ സംഭവം എന്താന്ന് മനസ്സിലായ? അതായത് ഇറ്റലിയിൽ നിന്ന് പോളണ്ടിലേക്ക് പോകുന്ന വഴിക്ക് 12 ടണ്ണ് കിറ്റ്കാറ്റ്, അതായത് ഒരു കണ്ടെയ്നർ ഫുള്ള് മോഷണം പോയി, മിസ്സിംഗ് ആയിപ്പോ. ഇപ്പൊ കിറ്റ്കാറ്റ് അത് ഒഫീഷ്യലായിട്ട് അവരുടെ പേജിൽ അനൗൺസ് ചെയ്തു, നമ്മളെ കണ്ടെയ്നർ മിസ്സിംഗ് ആണ്, നമ്മൾ അതിന്റെ പേജിൽ തന്നെ അന്വേഷണത്തിലാണെന്ന് പറഞ്ഞിട്ട്. ഈ ഒരു സംഭവം എല്ലാ ലീഡിങ് കമ്പനികളും അവരുടെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആയിട്ട് ഇപ്പോൾ അത് ഏറ്റെടുത്തിരിക്കുക. എല്ലാ ലീഡിങ് കമ്പനിയും ഈ കിറ്റ്കാറ്റിൻ്റെ ഈ ഒരു സബ്ജക്റ്റ് എടുത്തിട്ട് അവരുടെ പ്രൊഡക്റ്റുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള രീതിയിൽ പരസ്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. സത്യം പറഞ്ഞാൽ ഇത് കിറ്റ്കാറ്റിനും നല്ലൊരു മെച്ചമുള്ളൊരു സംഭവമായിരുന്നു. കാരണം കോടികൾ മുടക്കിയിട്ട് പരസ്യങ്ങൾ ചെയ്യുന്ന കിറ്റ്കാറ്റിന് 1 രൂപ പോലും എക്സ്പെൻസ് ഇല്ലാതെ ശരിക്കും പറഞ്ഞാൽ 12 ടണ്ണാണ് അവരുടെ മിസ്സിംഗ് ആയ പ്രൊഡക്റ്റ്. പക്ഷേ 100 ടണ്ണിൻ്റെ പ്രോഫിറ്റ് അടക്കം കിട്ടേണ്ട രീതിയിലാണ് ഇപ്പം വേൾഡ് മൊത്തത്തിൽ ഇതിൻ്റെ മാർക്കറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ നമ്മളത് കണ്ടുകൊണ്ട് ഇപ്പോൾ എനിക്കൊന്ന് തിന്നണം തോന്നി, നമ്മൾ വാങ്ങി. ഇതുപോലെ എത്ര ആൾക്കാർ വാങ്ങുന്നുണ്ടോ, അതുപോലെ അവരവരുടെ കമ്പനികൾ, ലീഡിങ് ആയിരിക്കുന്ന എല്ലാ കമ്പനികളും അവരുടെ ഓൺ ബ്രാൻഡിനെ പ്രൊമോട്ട് ചെയ്യാനും ഈ ഒരു സബ്ജക്റ്റ് യൂസ് ചെയ്തു. അതിലൂടെ ലാഭമായിരിക്കാം. ആരാ ഫേമസ് ആകുന്നത്? കിറ്റ്കാറ്റ് തന്നെ. ഇത്രയുള്ള സംഭവം.